ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അണുക്കളിലെ മൂലകണങ്ങളെ ന്യൂട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ഒരു ആറ്റം ഒരുപാട് ചെറിയ കണങ്ങൾ കൊണ്ട് രൂപപ്പെടുന്നു. അവയിൽ പ്രധാനപ്പെട്ടതാണ് ന്യൂട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ്. അവ ആറ്റത്തിന്റെ കേന്ദ്രത്തിലുള്ള ന്യൂക്ലിയസിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു ആറ്റത്തിന്റെ പരിധിയും സ്വഭാവവും നിർണ്ണയിക്കുന്നത് ഈ പ്രോട്ടോണുകളാണ്. ന്യൂട്രോൺസ് ചാർജ് ഇല്ലാത്ത സ്വതന്ത്രമായ കണങ്ങളാണെങ്കിലും അവ പ്രോട്ടോണുകളോടൊപ്പം ന്യൂക്ലിയസിൽ ഉണ്ടാകുന്നു. ന്യൂട്രോണുകൾ ആറ്റത്തിന്റെ സ്ഥിരത നിലനിർത്താൻ സഹായിക്കുന്നു. അതായത് ന്യൂക്ലിയസ് തകരാതെ നിലനിൽക്കുന്നത് ഇവ കാരണമാണ്. ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ഉള്ളവയാണ്. ഇവ ന്യൂക്ലിയസ് ചുറ്റും വളരെ വേഗത്തിൽ ചുറ്റുന്നു. ഇവയാണ് ആറ്റത്തിന്റെ രാസപ്രതികരണങ്ങളും വൈദ്യുത പ്രവർത്തനങ്ങളും നിർണ്ണയിക്കുക. ആറ്റം ഇതെല്ലാം ചേർന്ന ഒരു ചെറിയ പക്ഷേ ശക്തമായ ഘടകമാണ്. പ്രോട്ടോൺ, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് തമ്മിലുള്ള ബന്ധം തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും രൂപപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആറ്റത്തിന്റെ ആമുഖം മനസ്സിലാക്കുന്നത് നമ്മുടെ ഭൗതിക ലോകത്തെ അടിസ്ഥാനപരമായി അറിയാനുള്ള ഒരു അടിസ്ഥാന പാഠമാണ്.